പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതിനെ ന്യായീകരിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പരോൾ തടവുകാരന്റെ അവകാശമാണ്. ആർക്കെങ്കിലും പരോൾ നൽകുന്നതിൽ CPIM ഇടപെടാറില്ല. അത് സർക്കാരും ജയിൽ വകുപ്പും തീരുമാനിക്കേണ്ട കാര്യമാണ്. പരോൾ നൽകിയത് അപരാധമെന്നും അപരാധമല്ലെന്നും പറയുന്നില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. കൊടിസുനിക്ക് പരാതി പല ആൾക്കും പരാതി കിട്ടുന്നുണ്ടല്ലോ, പരോളും കിട്ടുന്നുണ്ടല്ലോ. കിട്ടുന്നതിനിപ്പോൾ നമ്മളെന്ത് ചെയ്യാനാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഒരാൾക്ക് പ്രത്യേക പരോൾ വേണമെന്നോ ഒരാൾക്ക് പ്രത്യേക പരോൾ കൊടുക്കാൻ പാടില്ലെന്നോ ഒരു തരത്തിലുള്ള ഇടപെടലും CPIM നടത്തുന്ന കാര്യമല്ല. ഞങ്ങൾക്കത് ബാധകമല്ല. അതെല്ലാം ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ജയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് ആ രീതിയിലാണ് കൈകാര്യം ചെയ്യപ്പെടുക. അതിൽ പാർട്ടി ഇടപെടേണ്ട യാതൊരു കാര്യമില്ല. അത് അപരാധമൊന്നും പറയുന്നില്ല, മഹാപരാധമൊന്നും പറയുന്നില്ല, ഒന്നും അതിനെപ്പറ്റി ഇപ്പോൾ കമൻറ്റിൻ്റെ മുമ്പിൽ നമ്മളില്ല. കാരണം കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചു പോകും. അത് ജയിലധികൃതരും ഗവൺമെൻറ്റും ഒക്കെ ചേർന്ന് നടത്തേണ്ടുന്ന കാര്യമാണ്. പരോളിൻ്റെ ഭാഗമായിട്ട് കിട്ടേണ്ടുന്ന കാര്യങ്ങളല്ല. പരോളെല്ലാം തടവുകാരൻ്റെ അവകാശമാണ്. കൊലക്കേസ് പ്രതിയുടെ വീട്ടിലെ ചടങ്ങിൽ പങ്കെടുത്തതിൽ എന്താണ് മഹാപരാധമെന്നും MV ഗോവിന്ദൻ ചോദിക്കുന്നു. വിവരങ്ങളുമായി ദീപക് മലയമ്മ നമുക്കൊപ്പം എത്തുന്നു. ദീപക് മലയമ്മ, ഹാപ്പി ന്യൂ ഇയർ. ഗംഭീര ന്യായീകരണമാണല്ലോ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഈ പുതുവർഷ ദിവസത്തിൽ നമ്മൾ കേൾക്കുന്നത്. കൊടിസുനിയെ അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല എന്നേ ഉള്ളൂ അല്ലേ? ഹാപ്പി ന്യൂ ഇയർ. CPM സംസ്ഥാന സെക്രട്ടറി ഇന്നെടുത്തിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസമാണ് ഈ പരോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് P ജയരാജൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഒരു FB പോസ്റ്റ് ഇട്ടത്. അതിൽ പൂർണ്ണമായും കൊടിസുനിക്ക് പരോൾ നൽകിയതിനെ ന്യായീകരിക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എന്ത് മഹാപരാധമാണ് അത്തരത്തിൽ പരോൾ കൊടുത്തതിൽ ഉള്ളത് എന്നുള്ളതായിരുന്നു P ജയരാജന്റെ പ്രസ്താവനയായി പുറത്തേക്ക് വന്നത്. എന്നാൽ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറിയിലേക്ക് എത്തുമ്പോൾ അപരാധമെന്നോ അല്ലെങ്കിൽ അപരാധമല്ല എന്നോ പറയാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിയുന്നുണ്ട്. അതേസമയം തന്നെ തടവുകാരന് കിട്ടേണ്ട അവകാശമാണ് പരോൾ എന്നുള്ള നിലപാട് ആവർത്തിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി ചെയ്യുന്നത്. ഒപ്പം തന്നെ CPM ഈ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ഇടപെടലും നടത്താറില്ല. അത് സർക്കാരിന്റെയും ഒപ്പം തന്നെ ജയിൽ വകുപ്പിന്റെയും ഭാഗത്ത് നിന്നുള്ള ഇടപെടലാണ് എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ പ്രതിപക്ഷവും ഒപ്പം തന്നെ KK രമയും ഉൾപ്പെടെ ആളുകൾ മുന്നോട്ട് വെച്ച വാദത്തെ ഒരു നിലയ്ക്കും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു തടവുകാരന് കിട്ടേണ്ട, ന്യായമായും കിട്ടേണ്ട അവകാശം എന്നുള്ള നിലയ്ക്ക് മാത്രം ആ പരോളിനെ കണ്ടാൽ മതി എന്നുള്ള നിലപാട് കൂടി സ്വീകരിക്കുകയും പാർട്ടി ആ നിലയ്ക്ക് പരോളിന് വേണ്ടി യാതൊരു വിധത്തിലുള്ള ഇടപെടലും നടത്താറില്ല എന്നുള്ള ന്യായീകരണം അദ്ദേഹം നടത്തുകയും ചെയ്യുന്നുണ്ട്. സുജയ, ഓക്കെ, പാർട്ടി ഇടപെടലുകൾ നടത്തുന്നില്ല, ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്തതിലും തെറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ CPIM ആവർത്തിച്ച് പറയുന്നത്. ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നു എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഈ പരോളിനെതിരെ നിയമ നടപടിയിലേക്ക് പോകുമെന്നാണ് KK രമ കഴിഞ്ഞ ദിവസം പറഞ്ഞതും അതിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്.